ഇത് കൊച്ചി പനങ്ങാട് ബസ് മറിഞ്ഞ് അപകടം, നിരവധി പേർക്ക് പരിക്കേറ്റു. ബസ്സിനടിയിൽ അകപ്പെട്ട സ്കൂട്ടർ യാത്രികനെ ആശുപത്രിയിലേക്ക് മാറ്റി. ബംഗളൂരുവിൽ നിന്നും വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മാടവന സിഗ്നലിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകട കാരണം. ബസ് റോഡിൽ നിന്നും മാറ്റാനുള്ള ശ്രമം തുടരുന്നു. എസ് ശ്യാംകുമാർ അപകട സ്ഥലത്ത് നിന്ന് തത്സമയം പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, എന്താണ് നിലവിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? വേണു, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മാടവന ജംഗ്ഷനിൽ ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ കല്ലടയുടെ ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ട് മറിഞ്ഞു കിടക്കുന്നത്. ഈ ബസ്സിലുണ്ടായിരുന്നവരെ ഉൾപ്പെടെ സുരക്ഷിതമായ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ അപകടം സംഭവിച്ച സിഗ്നൽ അവിടെ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് പോലീസ് മാറ്റിയിട്ടുണ്ട്. ബസ്സിന് അടിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ ഉൾപ്പെടെ പരിക്ക് ഗുരുതരമായി ഏറ്റിട്ടുണ്ട്. അവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ദേശീയപാതയിൽ ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ബസ് കാണാം, ആ ബസ് ബാംഗ്ലൂരിൽ നിന്നും വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ ഉൾപ്പെടെ സുരക്ഷിതമായി ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ദേശീയപാതയിൽ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ബസ് ദേശീയപാതയിൽ നിന്ന് ഉയർത്തി ശ്യാമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്യാം, പറഞ്ഞോളൂ. ശ്യാമ, കേൾക്കാമോ? പറഞ്ഞോളൂ. വേണു, നിലവിൽ ഇപ്പോൾ ബസ് ഉയർത്തുന്നതിനാവശ്യമായ നടപടികളുടെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബസ് റോഡിന് കുറുകെ കിടക്കുന്നത് കാണാം. ബസിന്റെ അടിയിലാണ് അപകടത്തിൽപ്പെട്ട ബൈക്ക് ഉള്ളത്. ബസിന്റെ അകത്തുണ്ടായിരുന്ന യാത്രക്കാർ ഉൾപ്പെടെ രക്ഷപ്പെടുത്തി ഇവിടെ നിന്ന് വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് കാണുന്നത്. നിലവിൽ ബസ് അപകടത്തിൽപ്പെട്ട ചില്ലുകൾ ഉൾപ്പെടെ ശ്യാമ, പറഞ്ഞോളൂ, കേൾക്കാം. വേണു, ആ അപകടം സംഭവിച്ച സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ആ ബസ് റോഡിന് കുറുകെ കിടക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇനിയിപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ബസ്സിന്റെ ചില്ല് ഉൾപ്പെടെ ദേശീയപാതയിൽ നിന്ന് മാറ്റുകയാണ്. അപകടം ഉണ്ടായത് ഈ ഭാഗത്ത് അവിടെ ഒരു ദേശീയപാതയിൽ സിഗ്നൽ ഉണ്ടായിരുന്നു. ആ സിഗ്നൽ ഇപ്പോൾ അവിടെ നിന്ന് ഒടിഞ്ഞു വീണ സിഗ്നൽ ഇപ്പോൾ ക്രെയിനിന്റെ സഹായത്തോടുകൂടി നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം ഈ ബസ് ഇവിടെ നിന്ന് നീക്കാനുള്ള നടപടികൾ ആരംഭിക്കും. അതിനു മുൻപ് ചില്ലുൾപ്പെടെ ഇവിടെ തൂത്ത് നീക്കുന്ന ഒരു നടപടിയാണ് പോലീസും അഗ്നിരക്ഷാസേനയും ഒക്കെ ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അപകടത്തിൽപ്പെട്ടവരെ എല്ലാം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് അപകടം ഉണ്ടായത്. ആ ബസ്സാണ് കിടക്കുന്നത്. KL 37 ഈ 4012 എന്ന ബൈക്കാണ് ഈ ബസ്സിന് അടിയിലേക്ക് കയറുകയും അപകടം ഉണ്ടാകുകയും ചെയ്തത്. ഏതായാലും അപകടത്തിൽപ്പെട്ട ബസ് ഇപ്പോൾ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇല്ല, കണ്ടില്ല. അന്നേരത്തെ കണ്ടായിരുന്നു. ബൈക്ക് ഇവിടെ സർവീസ് റോഡിലേക്ക് കയറ്റി ചെയ്ത് കാത്തു കിടക്കുമ്പോഴാണ് ഈ വണ്ടി വന്ന് തിരിഞ്ഞത്. അതാണ് കണ്ടത്. പറഞ്ഞ് ഏതായാലും ഈ അപകടത്തിൽ യാത്രക്കാരായിരുന്നു. അതെ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് വരുമായിരുന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വണ്ടി ഒരു സൗണ്ട് കേട്ട് തലകീഴായിട്ട് മറിയത്. പെട്ടെന്ന് ഞങ്ങൾ പിടിച്ച് കയറി ഇറങ്ങി. പക്ഷേ മയക്കത്തിലായിരുന്നവർക്കൊക്കെ ചെറിയ ഫ്രാക്ചറുകളുണ്ട്. അകത്തിരുന്നവർക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് ബൈക്കിന്റെ മുകളിലേക്കാണ് വണ്ടി വീണെന്ന് കണ്ടത്. ഏറെക്കുറെ ഫുള്ളായിരുന്നു. ഒരു 3-4 സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം ഫുള്ളായിരുന്നു. ഒരു 35 പേരുണ്ടാവും മിക്കവാറും. ഫ്രാക്ചർ ഉള്ളവരൊക്കെ കൊണ്ടുപോയി. അത് കുറച്ച് സീരിയസ് ആണ്. കാരണം ഇത് ഞങ്ങൾക്ക് ഇറങ്ങാൻ തന്നെ ഒരു 10-15 മിനിറ്റ് എടുത്തു. അത്രയും സമയം അദ്ദേഹം അവിടെ, പിന്നെ ക്രെയിൻ വന്ന് പൊക്കി എടുക്കാനുള്ള വരെ അതിനടി തന്നെ വണ്ടിക്ക് അടിയിലായി പോയി. അപ്പോൾ എടുത്ത് കൊണ്ടുപോയി വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് കണ്ടത്. ഡ്രൈവറൊന്നും കുഴപ്പമൊന്നുമില്ല. ഇല്ല, അറിഞ്ഞത് ഈ സിഗ്നൽ ഓപ്പൺ ആയിരുന്നു. പെട്ടെന്ന് കടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ സിഗ്നൽ വന്ന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു, സ്കിഡായി. സിഗ്നൽ പോസ്റ്റ് ഇടിച്ച് ബൈക്കിലേക്ക് മറിഞ്ഞു. അങ്ങനെ പറ്റി. ഇതൊരു 3/4 മണിക്കൂറായിട്ടുണ്ടാവും. അതുണ്ടായിരുന്നു. റോഡ് ലെവലല്ല. ഈ സിഗ്നലിന് അപ്പുറത്തേക്കുള്ള റോഡ്, ബൈപ്പാസിന്റെ റോഡ് ക്ലിയർ അല്ല. അതിന് ഇങ്ങനെ ഒരു ഏറ്റക്കുറച്ചില്ല. അത് ചവിട്ടിയ മിക്ക വണ്ടികളും ഇങ്ങനെ സ്ഥിരം അപകടം ഉള്ളതാണ് ഈ ജംഗ്ഷനിൽ. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഷൈൻ ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തോട്ട് വരുന്ന, ഇതിപ്പോ തമിഴ്നാടിന്റെ ഈ പ്രശ്നങ്ങൾ കിടക്കുന്നതുകൊണ്ട് ഇത് മൈസൂർ, മാനന്തവാടിയൊക്കെ കറങ്ങി വന്നേ. 8 മണിയാകുമ്പോൾ കൊല്ലത്ത് കരുനാപ്പള്ളി എത്തേണ്ടതാ. അപ്പൊ ഇത്ര ലേറ്റായിട്ടാണ് ഇപ്പൊ വണ്ടി വന്നത്. കൊണ്ടുപോയി. ബസ് ഉയർത്തുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നു. വേണു, ക്രെയിൻ ഉപയോഗിച്ച് ബസ് ദേശീയപാതയിൽ നിന്ന് ഉയർത്തി നീക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ബസ് ആ അപകട സ്ഥലത്ത് നിന്ന് നീക്കുകയാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ചത്
കൊല്ലം സ്വദേശിയായ ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് യാത്ര ചെയ്ത ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരനാണ്. 3-4 സീറ്റുകൾ ഒഴിച്ച ബസ്സിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നു. അപകട സമയത്ത് ഇവരെല്ലാവരും പകുതിയിലേറെ പേരും മയങ്ങുകയായിരുന്നു. പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് സിഗ്നൽ വീണതോടെ ബസ് ബ്രേക്ക് ചെയ്തതോടെയാണ് ബസ് സ്കിഡ് ചെയ്ത് റോഡിൽ മറിഞ്ഞതെന്നുള്ളതാണ് ഇപ്പോൾ ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൻ കൊല്ലം സ്വദേശി ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും അപകടത്തിൽപ്പെട്ട ബസ്സാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഉയർത്തി നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ബസ്സിൽ ക്രെയിൻ എത്തിച്ച ശേഷമാണ് ഇപ്പോൾ ബസ് ഉയർത്തി നീക്കാനുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും ബസ് റോഡിൽ കുടുങ്ങിയത് അപകടത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡ്രൈവർക്ക് ഉൾപ്പെടെ പരിക്കില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്യാം, എത്ര പേർക്ക് പരിക്കേറ്റു എന്നതിനെ പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ? 40-ലധികം പേർക്ക് 40-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് പങ്കിട്ട ഒരാൾ ഇവിടെ സച്ചിനെ രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ അപകടം കണ്ടത്? ഞാൻ സപ്ലൈ വന്ന വഴിയാണ്. ഈ വണ്ടിയൊക്കെ സ്പീഡിലാണ് വന്നത്. സിഗ്നലിൽ ഡ്രൈവർ കണ്ടു കാണാൻ സാധ്യത. സ്പീഡിനടുത്ത് ബ്രേക്ക് ചവിട്ടി വണ്ടി പാളി നേരെ പോസ്റ്റിൽ പിടിച്ചു ബാക്ക് മറിഞ്ഞിട്ട് ഒരു ബൈക്കാരൻ കാത്തേക്കറ ബൈക്ക് നമ്മൾ സിഗ്നൽ കാത്തിങ്ങനെ ബൈക്കാരൻ്റെ മേട്ട് വണ്ടി കുറഞ്ഞു മറിഞ്ഞു കൊടുത്താൽ ആകെ ഒച്ചപ്പാടുമ്പോൾ ഞാൻ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് ഓടി ബാക്ക് ചില്ല് പൊളിച്ച ആൾക്കാരൊക്കെ വലിച്ചിറങ്ങി. പക്ഷെ ആളുള്ള കാര്യം ഈ ബൈക്കിൽ വന്ന ആളുകൾ അറിയില്ലായിരുന്നു. ഞാൻ അകത്തേറി നോക്കുമ്പോൾ ആളടി കിടക്കണതാണ്. പിന്നെ വണ്ടി പൊക്കാണ്ട് അയാൾ എടുക്കാൻ പറ്റില്ല. പൊക്കി കൊണ്ടുപോയിട്ട് ചെറിയ അനക്കുണ്ട്. കിട്ടുമെന്ന് തോന്നല്ല, നല്ല പരിക്കുണ്ട്. ഒരുപാട് നേരം ബ്ലഡ് പോയിട്ടുണ്ട്. അത്യാവശ്യം സ്പീഡായിരുന്നു വണ്ടിക്ക്. ഡ്രൈവർ സീറ്റിൽ കണ്ടു കാണാനാണ് സാധ്യത. അങ്ങനെ മാടവന ജംഗ്ഷനിൽ കല്ലട ബസ് മറിഞ്ഞ് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ബസ് മറിഞ്ഞപ്പോൾ ഒരു ബൈക്ക് യാത്രക്കാരൻ ആ വണ്ടിക്കടിയിൽപ്പെട്ടു. അയാളുടെ നില ഗുരുതരമാണ്. രക്ഷാപ്രവർത്തനത്തിലും ഏർപ്പെട്ടവരും യാത്രക്കാരുമൊക്കെയാണ് ഇപ്പോൾ ഈ അപകടത്തിന്റെ വിവരങ്ങൾ 24-മായി പങ്കുവച്ചത്. ശ്യാംകുമാർ പുതിയ വിവരങ്ങൾ നൽകാൻ വീണ്ടും ചെയ്തു.